നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ AI ഉപയോഗിച്ചുള്ള വ്യാജ വീഡിയോകൾ ഇപ്പോൾ നിർലോഭമായി പടച്ചുവിടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ സുഡാപ്പി ജിഹാദി വിഭാഗങ്ങളുണ്ടല്ലോ, അത് കമ്മ്യൂണിസ്റ്റ് ആവാസ വ്യവസ്ഥ ഷെയർ ചെയ്യുക, പങ്കുവെച്ച് അതിനെ വൈറലാക്കുക. അത് വ്യാജ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക നേതാക്കൾ കയ്യിൽ തുപ്പൽ മുഖത്ത് ആസ്വദിച്ച് തേച്ച് പിടിപ്പിക്കുന്ന നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്ന DRDOയുടെ ശാസ്ത്രജ്ഞന്മാർ മിസൈലുകൾ ഗോമൂത്രത്തിൽ മുക്കി മിസൈലിനുള്ളിൽ ചാണകം നിറച്ചാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്നുള്ള വീഡിയോ, ഇതെല്ലാം യഥാർത്ഥ വീഡിയോകളാണെന്നുള്ള മട്ടിൽ തന്നെ സുഡാപ്പികൾ റിയാക്ഷൻ റീലുകളായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും പുതിയ സംഭവമാണ് ന്യൂസിലൻഡിൽ തൻ്റെ സന്ദർശനത്തിനിടെ നരേന്ദ്രമോദി ഇന്ത്യ ബീഫ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണെന്ന് വളരെ അഭിമാനപൂർവ്വം പറഞ്ഞു, അല്ലെങ്കിൽ പ്രസംഗത്തിനിടെ പ്രസ്താവിച്ചു എന്നുള്ള തരത്തിലൊരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. आज भारत दुनिया का दूसरा सबसे बड़ा वीट प्रोड्यूसर है। जो भारत आज दुनिया की फास्टेस्ट ग्रोइंग मेजर इकोनॉमी है। भारत दुनिया का सबसे बड़ा वैक्सीन प्रोड्यूसर है। भारत मोबाइल डेटा कंजम्पशन में दुनिया के अग्रणी देशों में है। आज भारत दुनिया का दूसरा सबसे बड़ा मोबाइल मैन्युफैक्चरर है। आज भारत दुनिया का दूसरा सबसे बड़ा टेलीकॉम मार्केट है। आज भारत दुनिया का दूसरा सबसे बड़ा वीट प्रोड्यूसर है। आज भारत दुनिया का सबसे बड़ा मिल्क प्रोड्यूसर है। आज भारत दुनिया का दूसरा सबसे बड़ा फिश प्रोड्यूसर है। साथियों, इतना ही नहीं, आज भारत दुनिया का तीसरा सबसे बड़ा ഓട്ടോമൊബൈൽ മാർക്കറ്റ് है। ഓക്ലൻഡിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ്, ന്യൂസിലൻഡ് സന്ദർശന വേളയിൽ ഓക്ലൻഡിൽ വെച്ച് നടന്നൊരു സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്ന് ആ വീഡിയോയിൽ പറയപ്പെടുന്നു. ആ വീഡിയോയുടെ സത്യാവസ്ഥയിലേക്ക് നമുക്ക് വരാം. സത്യാവസ്ഥ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. നരേന്ദ്രമോദി അങ്ങനെ ഒരു പ്രസംഗം നടത്തുമോ എന്നുള്ള കാര്യം. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ലോകത്ത് ബീഫിൻ്റെ കയറ്റുമതിയിൽ ഭാരതം 2ാമതാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ളൊരു വ്യവസായ സംരംഭത്തിനെ കുറിച്ച് അഭിമാനപൂർവ്വം പറയുന്നൊരു വ്യക്തിയാണോ ശ്രീ നരേന്ദ്രമോദി എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്കറിയാം. പക്ഷേ അതിൻ്റെ വസ്തുതകളിലേക്ക് നാം ഒന്ന് കടക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക. 40 വർഷങ്ങൾക്ക് ശേഷം ആണ് ഒരു ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത്. വളരെ ചരിത്രപ്രധാനമായ ഒരു സന്ദർശനമായിരുന്നു ഇത്. കാരണം ഇപ്പോൾ തന്നെ ഈ ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അനുദിനം മാറി മറിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുതിയ സഖ്യകക്ഷികളെ നമ്മളുമായി ചേർക്കുവാനുള്ള ശ്രമത്തിലാണ് നരേന്ദ്രമോദി. കാരണം ഊർജം, പ്രതിരോധം തുടങ്ങിയ എല്ലാ മേഖലകളിലും പരസ്പര സഹകരണവും വിശ്വാസവുമായി നമ്മോടൊപ്പം നിലകൊള്ളുന്ന സുഹൃത്തുക്കൾ നമുക്ക് ആവശ്യമാണ് ഇനി അങ്ങോട്ടുള്ള ഈ രാഷ്ട്ര വ്യതിയാനങ്ങൾ നേരിടുവാനായി. കാരണം മധ്യപൂർവ്വേഷ്യയിലൊക്കെ അനുദിനം രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒരു സുരക്ഷാ സാഹചര്യങ്ങളും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം എങ്ങനെ എപ്പോൾ അവസാനിക്കുമെന്നുള്ളത് ആർക്കും പ്രവചിക്കുവാൻ സാധിക്കുന്നില്ല. തുടങ്ങിവെച്ച ഇസ്രായേലിന് സാധിക്കുന്നില്ല, അത് ഏറ്റെടുത്ത അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല, ഇപ്പോൾ അത് അന്നും ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനിലെ ജനതയ്ക്ക് സാധിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ മുതലെടുക്കുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പോലുള്ള വ്യാപാരികൾക്കും സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെ നമ്മുടെ സഖ്യകക്ഷികൾ ആരാണ് എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഉത്തരങ്ങളായി മാറുന്നതും ഒരു വാസ്തവമാണ്, യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഈ ന്യൂസിലാൻഡ് സന്ദർശനം. ആ സന്ദർശനത്തിന്
ത്തിനിടയിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിലാണ് ഈ ബീഫിൻ്റെ ഉൽപ്പാദനത്തെ സംബന്ധിച്ചുള്ള പ്രസ്താവന അദ്ദേഹം നടത്തി എന്നുള്ള തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. സംഭവം വളരെ ലളിതമാണ്. അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്നത് ബീഫെന്നല്ല, ഗോതമ്പ്, വീറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞതിനെയാണ് AI ഉപയോഗിച്ച് കൃത്രിമമായി ബീഫെന്നാക്കി പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ യഥാർത്ഥ വീഡിയോയും വ്യാജ വീഡിയോയും സമാസമം വശങ്ങളിലായി പങ്കുവെച്ചുകൊണ്ട് തന്നെ അവർ ആ ഫാക്ട് ചെക്കിലൂടെ ആ വ്യാജ പ്രചരണം പൊളിച്ചിട്ടുണ്ട്. പക്ഷേ വ്യാജ പ്രചരണം പൊളിച്ചു എന്നുള്ളത് കൊണ്ട് ഈ വ്യാജ പ്രചരണത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് ഈ ജിഹാദികൾ അവസാനിപ്പിക്കുവാൻ പോകുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ. കഴിഞ്ഞ ഒരു 12 വർഷങ്ങളായി അവരുടെ ആവാസ വ്യവസ്ഥ ഏതാണ്ട് പൂർണ്ണമായും തകർത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അവർക്ക് അനുവാദം നൽകിയിരുന്ന UPA സർക്കാരിൽ നിന്ന് നേരെ വ്യത്യസ്തമായി സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അനുവാദമില്ല എന്ന് മാത്രമല്ല, നീയൊക്കെ ശ്വാസം വിടണമെങ്കിൽ പോലും ഭാരതത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് മാത്രമേ പാടുള്ളൂ എന്നുള്ള തരത്തിൽ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകരവാദ സംഘടനകളെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നിരോധിക്കുകയും ഇനി പല സംഘടനകളെയും നിരോധന പട്ടികയിൽ പോസിബിൾ ബാൻ സാധ്യതയുള്ള നിരോധന സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ജിഹാദികൾക്ക് അമർഷമുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവിനോട് അമർഷമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭാരതത്തിൻ്റെ ഇന്നോളമുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ വിരോധികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ച നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും, ഒരു വീണ് കിട്ടും. ഒരു അഴിമതിയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അഴിമതി കാണിച്ചതോ ആയിട്ടുള്ള വാർത്തകളോ എന്തെങ്കിലും തെളിവുകളോ ഒക്കെ ലഭിക്കും. നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അനുദിനം കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയാണ് മോദി സർക്കാർ. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണ ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം BJPക്ക് ലഭിക്കാത്തപ്പോൾ ജിഹാദികൾ ഒന്ന് സന്തോഷിച്ചു. വലിയ താമസമില്ലാതെ നരേന്ദ്രമോദി സർക്കാർ നിലംപതിക്കുമെന്നവർ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, പല വഴിപാടുകളും നടത്തി, അവരുടേതായിട്ടുള്ള വഴിപാടുകളും ബലിയും നാഥനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒന്നിനും ഫലമുണ്ടായില്ല. നാഥൻ തേച്ചു. നരേന്ദ്രമോദി അനുദിനം കൂടുതൽ കരുത്താർജിച്ചു വരികയാണ്. അപ്പോൾ അവരുടെ മുമ്പിലുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു എന്ന് ഹതാശരായിരിക്കുന്ന സമയത്താണ് അവരുടെ കയ്യിൽ ഈ AI ഒരു ആയുധമായി കിട്ടുന്നത്. ആ AI നിർമ്മിത ബുദ്ധി അവർ നരേന്ദ്രമോദിക്കെതിരെ ആവോളം ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനുമെന്ന് ഞാൻ പറയുന്നില്ല, ഇത് കൃത്യമായിട്ട് അനാവശ്യത്തിനും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ പ്രേക്ഷകരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ജിഹാദികൾ പൂർണ്ണമായും കൈയടക്കി വച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആവാസ വ്യവസ്ഥ ഇതിൽ രണ്ടിലും പെട്ടയാളല്ലെങ്കിൽ ഒരു ഭാരതീയ പൗരൻ എന്നുള്ള നിലയിൽ ഈ വീഡിയോകൾ ആത്യന്തികമായി അപമാനിക്കുന്നത് പ്രധാനമന്ത്രിയല്ല, നിങ്ങളുടെ പൗരത്വത്തെയും നിങ്ങളുടെ ഒരു ദേശീയതയുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിയെ പോലൊരു പ്രധാനമന്ത്രി ആ സ്ഥാനം അലങ്കരിക്കുന്ന ആ ഒരു വ്യക്തി മാത്രമാണ്, പ്രധാന സേവകൻ മാത്രമാണ്. ആ വ്യക്തിക്ക് അവിടെ പ്രസക്തിയില്ല. പ്രധാനമന്ത്രി എന്ന ഭരണഘടന അംഗീകരിച്ച, നമ്മുടെ രാജ്യത്തെ ഭരണഘടന അംഗീകരിച്ച, ഭരണഘടന സൃഷ്ടിച്ച ആ സ്ഥാനത്തിനാണ് പ്രസക്തി. ആ സ്ഥാനത്തിന് മാത്രമാണ് പ്രസക്തി. ഈ ജിഹാദികൾ ചെയ്യുന്നത് ആ സ്ഥാനത്തെ അപമാനിക്കുകയാണ്, നമ്മുടെ രാഷ്ട്രത്തെ അപമാനിക്കുകയാണ്. അല്ല എന്ന് ആര് പറഞ്ഞാലും ഒരേ ഒരു കാര്യത്തിന് മാത്രം ഉത്തരം നൽകുവാൻ അവരോട് പറയുക, വിദേശ രാജ്യത്ത് ഔദ്യോഗികമായ സന്ദർശനം നടത്തുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗത്തെയാണ് ഇത്തരത്തിൽ കൃത്രിമമായി മാറ്റം വരുത്തി ഹീനമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അത് മ്ലേച്ഛന്മാർക്കല്ലാതെ, മ്ലേച്ഛബുദ്ധികൾക്കല്ലാതെ ആർക്ക് തോന്നും ആ ചെയ്യുന്ന പ്രവൃത്തി രാജ്യവിരുദ്ധതയല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇത് ഭീകരവാദ പ്രവർത്തനം തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് നരേന്ദ്രമോദിയോടുള്ള വിരോധം കാരണം ഏതെങ്കിലും പൊതു ശൗചാലയത്തിൻ്റെ ചുവരിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് 4 അസഭ്യം എഴുതി വയ്ക്കുന്ന ഒരു കലാപരിപാടി അല്ലിത്. സാമൂഹ്യ മാധ്യമങ്ങളെന്നുള്ളത് വലിയൊരു പൊതു ശൗചാലയം പോലെ തന്നെ കാണാമെങ്കിൽ പോലും ആ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു ആഴവും പരപ്പും ഒരു ആക്സസും റീച്ചും വളരെ വലുതാണ്. അത് പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളായി തന്നെ കണ്ടേ മതിയാകുകയുള്ളൂ. ഒരു PIB ഫാക്ട് ചെക്കിൽ ഒതുങ്ങുന്ന കാര്യമല്ലത്. കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോ നിർമ്മിതികളെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്, അവർ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കും അവരുടെ നടപടി എന്നുള്ളത്, തുടർ നടപടികൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല. കാരണം അവരത് ദേ ആർ പ്ലേയിങ് ഇറ്റ് ക്ലോസ് ടു ദെയർ ചെസ്റ്റ് എന്ന് പറയും.
അവർ വളരെ ജാഗ്രതയോടുകൂടി അധികം വിവരങ്ങളൊന്നും പുറത്തു പോകാത്ത തരത്തിലാണ് ഈ വ്യാജ നിർമ്മിതികളെ സമീപിക്കുന്നതും നിരീക്ഷിക്കുന്നതും. അതിൻ്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് ഇതൊരു ഊഹം മാത്രമാണ്. ഇത് വെറും നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിയോടുള്ള അടങ്ങാത്ത അമർഷത്തിൽ നിന്നുണ്ടായ ഒരു പ്രക്രിയ അല്ല. ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനകൾ ഉണ്ടാകാമെന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. ആ സംശയങ്ങൾ സാധൂകരിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ഈ വീഡിയോകളുടെ സ്രോതസ്സ് ചെന്നെത്തി നിൽക്കുന്നത് വലിയ വലിയ ഭീകരവാദ സംഘടനകളിലോ ഒരുപക്ഷെ ISIയിൽ തന്നെയോ പാകിസ്ഥാനി ചാരസംഘടനയായ ISIയിൽ തന്നെയോ ആകുവാൻ സാധ്യതകളുമുണ്ട്. ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ സാധ്യതകളും ഊഹങ്ങളുമാണ്. ഒരുപക്ഷെ സത്യമാകുവാൻ ഒരുപാട് ശതമാനക്കണക്കിൽ സാധ്യതയുള്ള ഊഹങ്ങളാണ്. ആ ഊഹങ്ങൾ സത്യമാവുകയാണെങ്കിൽ വലിയ വലിയ അപകടങ്ങൾ ഭാരതത്തെ തേടി ഇനിയും എത്തുവാനുണ്ട്. എന്തായാലും ആ അപകടങ്ങളെ നേരിടുവാൻ രാജ്യം സജ്ജമാണ്, രാജ്യത്തെ ജനങ്ങൾ സജ്ജമാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പ്രേക്ഷകരോട് ആകെ പറയുവാനുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ സജ്ജരാണോ അല്ലയോ ഈ ഫേക്ക് വീഡിയോസിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കൃത്രിമത്വം കാണിക്കപ്പെട്ട പ്രധാനമന്ത്രിയെപ്പോലെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളുടെ വീഡിയോകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ്? അവഗണിച്ച് വിടണമോ അതോ ശക്തമായ നിയമ നടപടികൾ ഇവരുടെ മേൽ ഉണ്ടാകണമോ? ഇവരേതെങ്കിലും ഭീകരവാദ സംഘടനകളുടെ അംഗങ്ങളാണോ? നിങ്ങളെന്ത് കരുതുന്നു? നിങ്ങളുടെ ഊഹാപോഹങ്ങൾ എന്താണ്? ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി തീർച്ചയായും പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.